ശിവരാത്രി വ്രതം പിടിക്കുന്നതുകൊണ്ട് അമ്മ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിലോട്ട്. ഇതിപ്പം ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ അമ്മയെ തിരക്കി ഇറങ്ങിയതല്ല ഏട്ടാ, ഞാനും അമ്പലത്തിലോട്ട് പോകാനുള്ള പോക്കാണ്. അപ്പൊ എനിക്കറിയാം വെഞ്ഞാറമൂട് വഴി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണും. അതുകൊണ്ട് ഞാൻ നേരെ CP ഓഡിറ്റോറിയം വഴി നേരെ അമ്പലത്തിലോട്ട് ഇറങ്ങി. വെഞ്ഞാറമൂട് വഴി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേറെ കുറ്റമൊന്നും പറഞ്ഞല്ല, കാരണം വെച്ചപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം രാവിലെ ചെറിയ ചെറിയ ബ്ലോക്ക് തിരക്കുകളൊക്കെ കാണാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും സൈഡ് വഴി അങ്ങ് പോകാം. അങ്ങനെ നേരെ അമ്പലത്തിലെത്തി. അമ്പലത്തിന്റെ ചുറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാറുണ്ട്. പക്ഷെ വേറെ കേസ്, ഇന്ന് രാത്രി ഒരു രക്ഷയില്ലാത്ത ലൈറ്റും കാര്യങ്ങളും ആൾക്കാരും സാധനങ്ങളൊക്കെ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹോത്സവമായിട്ട് പിന്നെ പറയണ്ടല്ലോ, എല്ലാ അമ്പലങ്ങളിലും ഇന്ന് വലിയൊരു മഹോത്സവം തന്നെയായിരിക്കും. ആളും തിരക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ അമ്പലത്തിലെത്തി നേരെ നടയിലേക്ക് കയറി തൊഴുവും ചെയ്തു കേട്ടാ. പിന്നെ എല്ലാ അമ്പലത്തിലും പോയി പറയുന്ന ഒരേ ഒരു ഡയലോഗുകൾ, ഈശ്വര രക്ഷപ്പെടണേ, ഈ വർഷമെങ്കിലും ഒന്ന് രക്ഷപ്പെടണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ നോക്കിയപ്പോൾ അമ്മ ദാ അമ്പലത്തിന്റെ ഫ്രണ്ട്. അമ്മ മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് വേറെ കുറെ അമ്മമാരും ചിറ്റമാരും കുറെ പേരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വ്രതം പിടിച്ചിന്ന് നേരത്തെ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ തൊഴുവാൻ വേണ്ടിയാണ് അമ്മ ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തോ വെള്ളം തന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വെള്ളം കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിൽ എന്തോ ഭജന എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കസേര ഇരിക്കുന്ന സമയത്താണ് നമ്മളെ തിരിച്ചറിഞ്ഞ രണ്ട് പിള്ളേർ വന്നിട്ട്, രണ്ട് കൊച്ചുമക്കളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തുണ്ട്. അങ്ങനെ അവിടെ തൊഴുത് കാര്യങ്ങൾ കഴിഞ്ഞ് ഞാനും അമ്മയോട് അവിടെ നേരെ ഈ ഇറങ്ങിയ സമയത്ത് സൈഡിൽ കൊഴുന്നുണ്ടല്ലോ, കൊഴുന്ന് സൂപ്പർ മണം കേട്ടോ. അത് മേടിക്കാൻ പറ്റില്ല, രാത്രി മേടിക്കണം. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ വെഞ്ഞാറമുട്ടി നമ്മളൊരു ചേട്ട കട ഉറങ്ങിയിട്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് എന്നെ വിളിക്കണം. അങ്ങനെ ആ കടയിൽ കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങിയ സമയത്തിന് നല്ല വിശപ്പുണ്ടായി. അമ്മയും ചിറ്റമാരും എല്ലാവരും രാവിലെ ബസ്സിലാണ് വന്നത്. ഞാനും എൻ്റെ അനിയും കൂടെ ബൈക്കിൽ വന്ന് തൊഴുതിട്ട് നമ്മൾ കയറി ഫുഡ് കഴിക്കാൻ കയറി. അവർ നേരെ വീട്ടിലും പോയി. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, വ്രതമല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കഴിച്ച് നേരെ ചായയും കുടിച്ചുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമുണ്ട്. ആര്യസ് എന്നാണ് കടയിൽ പേര്. എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മസാല ദോശ ഉണ്ട്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിയാൻ വയ്യ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ വരാൻ നേരത്തെ 1 കിലോ ഓറഞ്ച് ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മേടിച്ചുകൊണ്ട് വരാം, വെഞ്ഞാറമൂട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഷോപ്പിൽ എത്തിയപ്പോൾ ഒരു കൊച്ചു മോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലായി ഞാൻ ആരാണെന്ന്. അങ്ങനെ അവളുടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്തോ ഭാഗ്യം വേണ്ട, ഒരു ഓട്ടോയും ഞാനൊരു ചെറിയൊരു മൽപ്പിടുത്തായന. സത്യം പറഞ്ഞാൽ അത് ഇടിക്കാനൊന്നും പോയല്ല, ഞാൻ കണ്ട് സൈഡ് വഴി തന്നെ പോയത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ പായസം മുക്കുന്ന എണ്ണ അടിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ അമ്മച്ചി അവിടെ പുളി എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് ആർക്കാ പുളി കുറച്ച് അങ്ങനെ വ്രതത്തിനുള്ള 2 ഫ്രൂട്ട്സ് കൈ കൊടുത്തോട്ടെ. വേറെ കേസ്, ഇത് 2 ഓറഞ്ച് ഞാൻ എടുക്കും. അത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.